നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള മാൽവെയർ, വൈറസസ്, പിന്നെ ഫിഷിംഗ് അറ്റാക്സ്, ഇതൊന്നും പോരാതെ വേറെയും കുറച്ച് വരുന്നത്. ഈ ഫിഷിംഗ് വെച്ചാൽ നിങ്ങൾക്കറിയാം, മെയിലൊക്കെ വരുന്ന ഫ്രോഡ് മെയിൽസ് എല്ലാം വരും. നമുക്ക് ഇങ്ങനെ പ്രൈസ് കിട്ടി, അതാക്കി, അപ്പൊ ലിങ്കിൽ തൊട്ട്, അതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. പിന്നെ വൈറസസ് അറിയാം, നമ്മൾ അറിയാത്ത സോഴ്സിൽ നിന്ന് ഡൗൺലോഡ് കഴിഞ്ഞാൽ വരുന്ന വൈറസസ് ഉണ്ടാവും. പിന്നെ മാൽവെയർ, നമുക്ക് ഒരാൾ ഷെയർ ചെയ്ത് തരുന്ന കാര്യങ്ങളും അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് മാൽവെയർ ഉണ്ടാവും. പിന്നെ മറ്റേ ട്രോജൻ ഹോഴ്സ്, ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ പ്രോഗ്രാമിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് കയറി, പിന്നെ അതുപോലെ കുറച്ച് കമാൻഡ്സ് ഒക്കെ ആക്സസ് ചെയ്തിട്ട് നമ്മുടെ സിസ്റ്റത്തിന് കൺട്രോൾ എടുക്കുന്ന സാധനങ്ങൾ ഉണ്ടാവും. ഇതൊന്നും പോരാതെ വേറെ കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്, വേറെ കുറച്ച് സൈബർ അറ്റാക്സ് വരുന്നുണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ ഡിഡോസിംഗ്. ഡിഡോസിംഗ് നിങ്ങൾ അധികം ആൾക്കാർ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിഡോസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ്. ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് അധികം ടാർഗറ്റ് ചെയ്യുന്നത് വെബ്സൈറ്റ്സിനാണ്. അതായത് നമ്മൾ കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്ന വെബ്സൈറ്റ്സ്, കുറച്ച് ആൾക്കാർ ആക്സസ് ചെയ്യുന്ന വെബ്സൈറ്റ്സ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ നമ്മളെ ഏതെങ്കിലും സ്കൂളിന്റെയോ കോളേജിനൊക്കെ വെബ്സൈറ്റ്സ് റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ കുറെ തിരക്കുണ്ടാവും, റിസൾട്ട് ലോഡ് ആവില്ല, കുറെ ആൾക്കാർക്ക് റിസൾട്ട് കാണാൻ പറ്റില്ല, കാണുമ്പോൾ തന്നെ അതിന് കുറെ എററുകളും വരും. അത് നമ്മൾ പറയുന്നത് സെർവർ കുറെ ആൾക്കാർ ലോഡായി അതുകൊണ്ടാണ് പറ്റാതെ, സെർവറിന് അതിനുള്ള കപ്പാസിറ്റി ഇല്ലാന്നൊക്കെ പറയും. പക്ഷെ അതിന്റെ കോർ കൺസെപ്റ്റ് വരുന്ന ഈ ഡിഡോസിംഗ്, ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഡിനയൽ ഓഫ് സർവീസ് ആണ്. അത് കുറെ ആൾക്കാർ ഇന്റൻഷനലി ചെയ്യുന്നതല്ല, അറിയാണ്ടായി പോകുന്നത്. ആ സെർവറിന് ആ ഒരു കപ്പാസിറ്റി വരാണ്ടായി പോകുന്നത് അത് കോഡിങ്ങിന്റെ പ്രശ്നമായിരിക്കാം, ചിലപ്പോൾ അതായിരിക്കും. പക്ഷെ വലിയ വലിയ സൈറ്റ്സിൽ ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന സാധനങ്ങൾ ഈ ഡിഡോസ്. ഈ ഡിഡോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ബോട്ടിനൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു സൈറ്റിൽ തന്നെ സ്പാം ചെയ്തിങ്ങനെ കുറെ ബോട്ട്, അതായത് കുറെ ആൾക്കാർ എന്നുള്ള രീതിയിൽ സൈറ്റിൽ ട്രാഫിക് കൂട്ടുന്നുണ്ട്. അപ്പൊ ഈ അങ്ങനെ സൈറ്റിൽ ട്രാഫിക് കൂടുമ്പോൾ സൈറ്റിന്റെ സർവീസ് റൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. അതിനെ ഈ ഡിഡോസിംഗ് എന്ന് പറയാം. അപ്പൊ ഈ ഡിഡോസിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം, ഈ ഡിഡോസിംഗ് പറ്റുന്നത് നമുക്ക് എങ്ങനെ തടയാം, ഇതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുറച്ച് ലൈബ്രറീസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഡിഡോസിംഗ് പ്രിവെന്റ് ചെയ്യാൻ. പിന്നെ ഒരു സൈറ്റിൽ നമ്മളൊരു സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഇൻസ്പെക്ട് ഒക്കെ അടിച്ച് നോക്കുക, അതിന്റെ കോഡ് അറിയാമെന്ന്. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, കാരണം ഒരു സൈറ്റ്, ഏത് സൈറ്റിൽ കയറി ഇൻസ്പെക്ട് അടിച്ചു കഴിഞ്ഞാലും അതിന്റെ റഫുള്ള കോഡ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അതല്ലാതെ ഒരു സൈറ്റിന്റെ ലിങ്ക് മാത്രം വെച്ചിട്ട് എങ്ങനെ അതിന്റെ ഫുൾ HTML കോഡ് സെറ്റ്, അല്ലെങ്കിൽ അതിന്റെ CSSO, അതിന്റെ ഫുൾ ഒരു സോഴ്സ് കിട്ടുന്ന എങ്ങനെയാണെന്ന് കൂടി ഈ റിക്വസ്റ്റ് യൂസ് ചെയ്യാൻ മനസ്സിലാവും. അതാണ് ഇപ്പൊ ഇവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഇനി റിക്വസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ, റിക്വസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് പൈത്തൺ ലൈബ്രറി. ഈ സ്റ്റാൻഡേർഡ് പൈത്തൺ ലൈബ്രറി യൂസ് ചെയ്യുന്നത് നമ്മുടെ HTTP, അതായത് വെബ്സൈറ്റ് ഇന്ററാക്ഷൻസിനെ പറ്റിയിട്ട് കുറെ ഫങ്ഷൻസ് ഉണ്ട് ഈ റിക്വസ്റ്റിന്റെ. നമുക്ക് ഈ പൈത്തൺ ലൈബ്രറീസും പിന്നെ പൈത്തൺ പാക്കേജും ഒക്കെ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങളെ ഫസ്റ്റ് സെമ്മിൽ പഠിപ്പിച്ചു. അതിൽ ഒരു ലൈബ്രറി മാത്രമാണ് ഈ റിക്വസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സിമ്പിൾ കമാൻഡ് ആണ്, പൈത്തൺ ആയിട്ട് ജസ്റ്റ് ഇമ്പോർട്ട് റിക്വസ്റ്റ് അടിച്ചു കൊടുത്താൽ മതി, അപ്പം ഇമ്പോർട്ട് ചെയ്ത് കിട്ടും നമുക്ക്. ഇനി അത് ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ റിക്വസ്റ്റിന്റെ യൂസസ് എന്താണ് ആദ്യം പറഞ്ഞത്. ഈ റിക്വസ്റ്റ് ലൈബ്രറി യൂസ് ചെയ്യുന്നത് വെബ് ടാസ്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വെബിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു വെബ്സൈറ്റ് നമുക്ക് തുറക്കാതെ തന്നെ ആ ലിങ്ക് വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റും, അല്ലെ അതിന്റെ API ഓപ്പറേഷൻസ് എന്തെല്ലാം മനസ്സിലാക്കാൻ, അല്ലെ അത് സ്റ്റാർട്ട് ആവുമോ, അല്ലെ വർക്ക് ചെയ്യുമോ, അല്ലെ അതിലേക്ക് നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ എവിടെ പോകുന്നതൊക്കെ മനസ്സിലാൻ പറ്റും. ആ സൈറ്റ് തുറക്കാതെ തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടി ഈ റിക്വസ്റ്റ് യൂസ് ചെയ്യാം. ഇനി ഈ റിക്വസ്റ്റ് നമ്മുടെ സൈബർ സെക്യൂരിറ്റി പരമായിട്ട് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, വൾനറബിലിറ്റി ഉണ്ടോ പറയാം. അതായത് ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അതിൽ ഹിഡനായിട്ട് എന്തെങ്കിലും കോഡ് ഉണ്ടോ, എവിടെയെങ്കിലും നമ്മൾ ഞെക്കി കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ലിങ്കിലേക്ക് റീഡയറക്റ്റ് ആയി പോവോ, അല്ലെ അതിൽ നിന്ന് എന്തെങ്കിലും വൈറസ് കണ്ടക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടോ, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ റിക്വസ്റ്റ് സൈബർ സെക്യൂരിറ്റി പരമായിട്ട് നമ്മൾ യൂസ് ചെയ്യും. വേറെ കുറച്ച് ബ്രോഡായിട്ടുള്ള എക്സാമ്പിൾസ് ഉണ്ട്. ഇത് നമുക്ക് ഒരു സൈറ്റ് ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാം ഈ റിക്വസ്റ്റ് ഒക്കെ, നമുക്ക് സൈറ്റ് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സൈറ്റ് ആകുമ്പോൾ. പക്ഷെ നമ്മൾ സൈബർ സെക്യൂരിറ്റി പരമായിട്ട് നോക്കുമ്പോൾ ബ്രൂട്ട് ഫോഴ്സിങ്ങിനും പിന്നെ വൾനറബിലിറ്റി നോക്കാനും വേണ്ടിയിട്ടാണ് റിക്വസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാനാണെങ്കിൽ നമുക്ക് പൈത്തണില് ചെയ്തിട്ടുള്ള തന്നെ ഉണ്ടാവും. പൈത്തണിൽ ജസ്റ്റ് ചെറിയൊരു കോഡേ ഉണ്ട്, ഗെറ്റ് ഫംഗ്ഷൻ ഉണ്ട് ഇതിന്റെ അകത്ത് തന്നെ. ഈ ഗെറ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും. വേണമെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈറ്റിന്റെ കോഡ്, അതായത് സോഴ്സ് കോഡ് നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരിക. ഞാനിപ്പോൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത്
ഓക്കെ, ഇപ്പൊ ഈ പ്രസന്റ് ആയിട്ടുള്ള കാണാൻ പറ്റും വിചാരിക്കുന്നു. ഇതില് ഞാനിപ്പോ യൂസ് ചെയ്യുന്ന ഐഡിയല്ലാണ്. ഇത് പൈത്തണിന്റെ ഒരു ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് പ്ലാറ്റ്ഫോം ആണ്. ഇതിൽ തന്നെ ഇപ്പൊ കാണുന്ന പോലെ ഇങ്ങനെയാണ് നമ്മൾ ഏകദേശം കോഡ് വരുന്നത് റഫായിട്ട്. ഈ കോഡ്, അതായത് ഈ കോഡില് നമ്മൾ ഈ കൊടുത്തിട്ടുള്ള ഡൊമൈൻ നമുക്ക് എന്ത് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഗൂഗിൾ കൊടുക്കാം, അതേപോലെ തന്നെ ഇഷ്ടമുള്ളത് കൊടുക്കാം. നമുക്ക് സാധാരണ രീതിയിൽ കൊടുക്കുന്ന www. വെച്ച് തന്നെ കൊടുക്കാം. google.com അടിച്ചു കൊടുത്ത് ഇത് റൺ ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് വരുന്ന ഔട്ട്പുട്ട് ഇതിന്റെ സോഴ്സ് കോഡ് ആയിരിക്കും. സേവ് ചെയ്തു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് റഫ് ആയിട്ട് ഇങ്ങനെ. ഇപ്പൊ ഇവിടെ സ്ക്വീസ് ടെക്സ്റ്റ് കാണിക്കുന്ന അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് വ്യൂ കോപ്പി ചെയ്തിട്ട് അല്ലെങ്കിൽ നമുക്ക് വ്യൂ ചെയ്യാം. വേറെ സ്ഥലത്ത് വ്യൂ ചെയ്ത ഈ കാണുന്നതാണ് നമ്മുടെ ഗൂഗിളിന്റെ മുഴുവനായിട്ടുള്ള സോഴ്സ് കോഡ് ഉണ്ടാവും ഇവിടെ. ഇത് വെബ്സൈറ്റിന്റെ വെബ്സൈറ്റിന്റെ HTML കോഡ് മുഴുവനായിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ഇത് ഗൂഗിളിന്റെതാണ്. ഗൂഗിളിന്റെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. മൊത്തം സെർച്ച് എഞ്ചിൻ ആയതുകൊണ്ട് അതില് നമുക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യാനോ വൾനറബിലിറ്റി നോക്കാനൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഇതന്നെ ഇതേപോലെ കാണിക്കും. ഇനി നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു സൈറ്റോ ലോക്കൽ ആയിട്ടുള്ള വെബ് പേജോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ലിങ്കും ഇവിടെ ഇങ്ങനെ അടിച്ചു കൊടുക്കാം. അപ്പം അതിലും വരും ഇതേപോലത്തെ ഔട്ട്പുട്ട്. ഏകദേശം റഫായിട്ട് ഇങ്ങനെയാണ് നമുക്ക് വരാം. ഇത് നിങ്ങൾ കോപ്പി ചെയ്തിട്ട് കുറച്ച് വൃത്തിയിൽ വേറെ എവിടെയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറെ HTML എഡിറ്റേഴ്സ് ഉണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് പേസ്റ്റ് കഴിഞ്ഞാൽ ശരിക്കും ഓരോ ലൈനും എന്താ ഉദ്ദേശിക്കുന്നതൊക്കെ മനസ്സിലാവും. ഇതില് ബേസിക് ആയിട്ടുള്ള CSSന്റെ ഡിസൈൻ ആയിട്ട് കാണിക്കുന്ന സാധനങ്ങളുണ്ടാവും, UIന്റെ സാധനങ്ങളുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ഏത് സൈറ്റിന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഒരു സൈറ്റ് കണ്ട് ഇഷ്ടപ്പെട്ട് അതിലുള്ള കാര്യങ്ങൾ കോപ്പി ചെയ്യാൻ അങ്ങനെ തന്നെ ആ സൈറ്റിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ URL മാത്രം അടിച്ചു കൊടുത്താൽ മതി. അതിൽ തന്നെ നിങ്ങൾക്ക് ഈ കോഡിൽ ഈ കൊടുത്തിട്ടുള്ള HTML കോഡിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ടെസ്റ്റ് ചെയ്തോ. കുറെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കും, നിങ്ങൾ ക്ലിക്ക് ചെയ്യാൻ അടുത്തൊന്നായിരിക്കും ചിലപ്പോൾ പോവുക. കുറെ ആഡ്സ് ഒക്കെ മുകളിൽ ഓവർലായിട്ട് വരും. അതിലൊന്നും ക്ലിക്ക് ചെയ്യാൻ നോക്കാനാണെങ്കിൽ ഇതിലൊക്കെ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇങ്ങനെ ചെയ്ത് നോക്കാം. ഇതൊരു ഫംഗ്ഷൻ, ഇങ്ങനത്തെ കുറെ പാക്കേജസ് ഉണ്ട് പൈത്തണിലെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊരു എക്സാമ്പിൾ ആയിട്ട് കാണിച്ചത്. ഇനി പൈത്തൺ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, പക്ഷെ പൈത്തൺ നിങ്ങൾക്ക് ബേസ് ആയിട്ട് പഠിക്കാൻ സുഖം. അതായത് നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിക്കാൻ തുടങ്ങുന്നുണ്ട് ഇതിന്റെ കുറച്ച് ക്ലാസ്സസും ഇതിന്റെ കുറച്ച് പാക്കേജസ് ഒക്കെ നിങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് എടുത്തരാൻ പോകുന്ന കുറച്ച് ചെറിയ പാക്കേജ് ഉണ്ടാവും. അതൊന്നും കൂടാതെ ഇപ്പം മാത്തിന്റെ ലൈബ്രറി എടുത്ത് തരായിരിക്കും. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ക്ലാസ്സസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് തന്നെ പഠിക്കേണ്ടി വരും. നിങ്ങൾ സൈബർ സെക്യൂരിറ്റി ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇങ്ങനെയൊക്കെ നോക്കി പഠിക്കാം. അതാണ് കോറായിട്ട് പറഞ്ഞു തരുന്നത് പൈത്തൺ വെച്ച് നോക്കും. ഇനി റിക്വസ്റ്റ് അല്ലാതെ വേറെ ക്ലാസ്സസ് ഉണ്ട്. റിക്വസ്റ്റ് അല്ലാതെ വേറെ ക്ലാസ്സസ് വരുന്നത് ഈ സ്കേപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ്, അതും കൂടി പറഞ്ഞുതരാം.